ചോദ്യം, നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടാണല്ലോ പത്രസമ്മേളനം നടത്തുന്നത്. നിങ്ങളിപ്പോ ഹൈറേഞ്ചിലുള്ള എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് ഈ ഹൈറേഞ്ചുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കമ്പനി ഡയറക്ടറിൽ ആരെങ്കിലും ഉണ്ടോ? ഓൾറെഡി കമ്പനിയെ വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ചു. മാധ്യമപ്രവർത്തകരാണ് കമ്പനി പൊട്ടിച്ചു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയത്. മാധ്യമപ്രവർത്തകരെല്ലാം തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഹൈറേഞ്ച് കമ്പനി എന്ന് പറയുന്നത് ഓൾറെഡി പൊതുവായിട്ട് ഗവൺമെന്റ് കണ്ടുപിടിച്ച് ആളുകൾ ഒരു സംഭവം വന്നതിന് ശേഷമാണ് ഇത് പുറത്തു വരുന്നത്. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ആരോ കൊണ്ടുവന്ന ഒരാളോട് പരാതി കൊടുത്തതിന്റെ പേരിലാണ് നിങ്ങളുടെ കമ്പനിയെ പൊട്ടിച്ചത്. അത് ആരാണെന്ന് നിങ്ങൾ പറയുന്നില്ല. ഗവൺമെന്റ് കണ്ടുപിടിച്ചു പറഞ്ഞല്ലോ, ഈ 16 ലക്ഷം അംഗങ്ങളിൽ നിന്ന് എന്നെ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ ആ ഒരാളെന്നെ കാണിച്ചു. ഈ ഗവൺമെന്റ് കണ്ടെത്തിയ കാണിച്ചത് ഞങ്ങളുടെ പൈസ ഏതൊരു ബിസിനസ് കൺസെപ്റ്റിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അതിന് വിൽക്കാൻ പറ്റും. ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരാളെ വാങ്ങിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് കമ്പനിക്ക് കൊടുത്ത പൈസക്ക് പർച്ചേസ് വേണ്ടി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഓൺലൈനിലൂടെ എവിടെ വിളിക്കുന്നു ആരായിട്ട് ആരാണ് നിങ്ങൾക്ക് അറിയാൻ കിട്ടണമെങ്കിലും നിങ്ങളുടെ ഒളിവിനാണ് ന്യൂസ് വരുമ്പോൾ ഞങ്ങളെ കൂടി ഈ കോടതിയിൽ കേസ് നടത്തുന്നവർക്കും ഈ എംഡിന്റെ വൈഫും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എംഡി അറസ്റ്റിലാണ്. അതിന്റെ കാരണം എന്താ? അത് ജാമ്യം കിട്ടാത്തതിന്റെ കാരണം ഒരു സാധാ പ്രോപ്പർട്ടി കേസ്, ഇത് ഹൈറിച്ച് കമ്പനി പിന്നെ ഫ്രീസ് ചെയ്തതിന് ശേഷം വന്ന കേസുകളാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഫ്രീസ് ചെയ്തതിന് ശേഷം വന്ന കേസുകളാണെങ്കിൽ പോലും ആകെ 5 കോടി രൂപയുടെ ഉള്ളൂ. 270 കോടി രൂപയുടെ അക്കൗണ്ടിലുണ്ട്. ഇനി 5 കോടി രൂപ ഏകദേശം വന്ന കേസ് തന്നെ എടുത്തു നോക്കിയാൽ അവര് അതിൽ പിന്നെ പുറത്തിട്ടുള്ളത് ഏറെ വാങ്ങിയ ആളുകളുണ്ട്. ഇനി അത് പോലെ ഞങ്ങളതിന്റെ ജോലി ഞങ്ങൾക്ക് വരുമാനമുള്ള പിന്നെ ഞങ്ങൾക്ക് വേറെ കമ്പനികളുള്ള മോശമാണ്. ഞങ്ങളുടെ കമ്പനി തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ 16 ലക്ഷം അംഗങ്ങളെ പറ്റിക്കാതെ ആരെയാണ് പറ്റിച്ചത്? ആ ഒരാളെ നിങ്ങൾ കാണിച്ചത് ഗവൺമെന്റിനെ പറ്റിച്ചോ? അത് പറയും. പിന്നെ ആരെ പറ്റിച്ചു? എവിടെ പറ്റിപ്പെന്നുള്ള വാക്കുണ്ടായത്? എന്താണ് മണിച്ചത്? നിങ്ങൾ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ അയച്ച് മണിച്ചത് എന്താ മണിച്ചത്? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾ പഠിക്കണം. ഞങ്ങളുടെ ജീവിതം വെച്ചാണ് ഈ കളി. 1.5 വർഷമായി. അപ്പോ സൊസൈറ്റി ഇപ്പൊ ഞങ്ങൾ സൊസൈറ്റി ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്ത് അവരെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് സൊസൈറ്റിക്കുള്ളത്. പക്ഷെ കമ്പനിയിൽ നമ്മൾ വേറെ കമ്പനി അവിടെ ലീഗലായിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റും, ഞങ്ങളുടെ തൊഴിലാണ്. അതിന് നല്ല രീതിയിൽ ഞങ്ങൾ കേസുമായി ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ അധികാരികൾക്കും ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ 14 ജില്ലയിലും കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കുടുംബ സംഗമം എന്താണ് അയർച്ചി, എന്താണ് ഈ അയർച്ചിയുടെ കമ്മ്യൂണിറ്റിക്ക് പറയാനുള്ളത് എന്നുള്ള രീതിയിലേക്ക് ഹൈക്കോടതിയിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റിയിലെ കേസ് വേറെ തന്നെ ഫയൽ ചെയ്യണം. കാരണം 14 ജില്ലയിൽ രൂപീകരണത്തിന് ശേഷമാവണം എന്ന് കരുതിയാണ്. അപ്പോ ഇതിന് ആരൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് പുറത്തു കൊണ്ടുവരണം എന്നതുകൊണ്ടാണ് പിന്നെ 16 ലക്ഷം അംഗങ്ങൾക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങളോട് നിങ്ങളുടെ അപേക്ഷ പോലെ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നാളെ ജനങ്ങൾക്ക് അറിയിക്കുക. ഇത്ര നമുക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ സൊസൈറ്റിയുടെ ലേബിളാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, താങ്ക് യു.